തൃശൂർ പൂരത്തിന് സമാപനം. തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ ഉപചാരം ചൊല്ലി പിരിഞ്ഞതോടെ ഈ വർഷത്തെ പൂരത്തിന് പരിസമാപ്തിയായി. ഉച്ചയ്ക്ക് 12:35 ആയിരുന്നു ഉപചാരം ചൊല്ലൽ ചടങ്ങ് നടന്നത്. അടുത്ത വർഷത്തെ പൂരം ഏപ്രിൽ 17 മേടം 3-നാണ്. അങ്ങനെ ഇക്കൊല്ലത്തെയും പൂരത്തിന് അവസാനമായിരിക്കുന്നു. തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതികൾ ഉപചാരം ചൊല്ലി പിരിഞ്ഞ് 12:35-നാണ് അടുത്ത വർഷത്തെ പൂരം ഏപ്രിൽ 17-ന് നിശ്ചയിക്കുകയും ചെയ്തു. എന്നാണെങ്കിലും വലിയ ആശങ്കയോടെയായിരുന്നു പൂരത്തിന്റെ തുടക്കമുണ്ടായിരുന്നത്. വെടിക്കെട്ട് പൂർണ്ണമായും ഒഴിവാക്കി, കുടമാറ്റത്തിന്റെ സമയം വെട്ടിക്കുറച്ചു. പക്ഷെ അതൊന്നും ഇവിടെയൊക്കെ ഒഴുകിയെത്തിയ ജനലക്ഷങ്ങളെ ബാധിച്ചില്ല. എല്ലാവരും എല്ലാം മറന്നുകൊണ്ട് പൂരത്തിൽ പങ്കാളികളായി. അല്ലേ ഇത് അനുമതി വലിയ ജനത്തിരക്ക് തന്നെ ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് പകൽപൂരത്തിന് എന്താണോ ഉണ്ടായിരുന്നത് അത് അതേപോലെ ഉണ്ടാകുന്നു. വലിയ ആരവങ്ങൾ, ഈ ചൂടിനെ ഒന്നും വകവെച്ചുകൊണ്ട് ആളുകൾ മാറി നിന്നില്ല. ഈ വലിയ ചൂട്, അതിഭീകരമായ ചൂടായിരുന്നു. ഇതൊന്നും ആളുകളെ ബാധിച്ചില്ല. ഇരുവിഭാഗത്തിന്റെയും മേളങ്ങൾ വളരെ കാര്യമായി തന്നെ ആസ്വദിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ആകെ കുറവ് ഇത് കഴിഞ്ഞാലുണ്ടാകുന്ന ഒരു വെടിക്കെട്ടാണ്. പക്ഷേ അത് അടുത്ത തവണ ഇതിലൊക്കെ ആവേശത്തോടെ, വിഷുവിന്റെ തൊട്ടടുത്ത ദിവസമാണ് പൂരം വരാൻ പോകുന്നത്, പൂരത്തിന് തുടക്കമാകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ആവേശത്തിൽ ജനങ്ങൾ പിരിയുകയാണ്. ഈ സങ്കടങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഈ പൂരം ഭംഗിയായി, ഇത്തവണ പലതരം ആശങ്കകളും ഉണ്ടായിരുന്ന ഒരു പൂരമാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഭംഗിയായി നടത്താം എന്ന് തൃശൂർ പ്രത്യേകിച്ച് 2 കമ്മിറ്റികൾ എല്ലാം തെളിയിച്ചൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് രാവിലെ 8 മണിയോടെ തന്നെ തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാരുടെ എഴുന്നള്ളത്ത് ആരംഭിച്ചു. മണികണ്ഠനാൽ പരിസരത്ത് നിന്ന് പാറമേക്കാവും നായ്ക്കനാൽ പരിസരത്ത് തിരുവമ്പാടിയും എഴുന്നള്ളത്ത് ആരംഭിച്ചു. പ്രധാനമായി എടുത്തു പറയേണ്ടത് മേളങ്ങൾ തന്നെയാണ്. കിഴക്കോട്ട് അനിയന്മാരും ചെറുശ്ശേരി കുട്ടന്മാരും പാറമേക്കാവിനും തിരുവമ്പാടിക്കും വേണ്ടി കൊട്ടിക്കയറുകയായിരുന്നു. ഈ പൂരത്തിന്റെ ഒരു ആവേശം മുഴുവൻ ചൂടിനെയും ഉഷ്ണതരംഗത്തെയൊക്കെ മറികടക്കുന്ന തരത്തിലുള്ള ഒരു ആവേശം തീർക്കുന്നതായിരുന്നു ആ മേളക്കാഴ്ചകൾ. തുടർന്ന് 12 മണിയോടെയാണ് ഈ മേളങ്ങളിൽ അവസാനിച്ച് ഭഗവതിമാർ വടക്കുന്നാഥ സന്നിധിക്ക് മുമ്പിലേക്ക് എത്തിയത്. 12:35 പാറമേക്കാവ് ഭഗവതിയും തിരുവമ്പാടി ഭഗവതിയും നേരെ വന്ന് ഉപചാരം ചൊല്ലി പിരിഞ്ഞതോടെ ഈ വർഷത്തെ പൂരത്തിന് സമാപ്തിയായിരിക്കുന്നു. ഒരുപാട് ആശങ്കകളും അനിശ്ചിതത്വവും ഒക്കെ നിലനിന്ന ആ പൂരം വളരെ ഭംഗിയായി, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ കലാശിച്ചതിൽ എല്ലാവർക്കും ഒരുപോലെ തന്നെ ആശ്വസിക്കാം. ഇനി നമുക്ക് എന്താണെങ്കിലും അടുത്ത വർഷത്തെ പൂരത്തിനായി കാത്തിരിക്കാം. തീർച്ചയായും അടുത്ത വർഷത്തെ പൂരത്തിന് വലിയ കാത്തിരിപ്പാണ്. കാരണം ഇത്തവണത്തെ കുറവുകളെല്ലാം പരിഹരിച്ചുകൊണ്ട് മുന്നേറാനുള്ള വലിയ തയ്യാറെടുപ്പുകൾ തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഈ ചൂട് കാലത്ത് ഒന്ന് ആനകൾ ഒരുപക്ഷെ ഇളകുമോ, മതമിളകുമോ എന്നൊക്കെയുള്ള പല സംശയങ്ങളും, പ്രത്യേകിച്ച് ഇടയുമോ എന്നൊക്കെയുള്ള പല സംശയങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് പൂരം പൂർത്തിയായ സന്തോഷത്തിലാണ് ഓരോ തൃശ്ശൂർക്കാരുമുള്ളത്. ജി ശ്രീജിത്തിനും അഖിലോട്ടുപാറയ്ക്കും KP ധനേഷിനൊപ്പം CB അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.